ചില കപ്പിൾസ് എപ്പോഴും ഹാപ്പി ആയിരിക്കും, ചില ആൾക്കാർ എപ്പോഴും ഫൈറ്റ് ആയിരിക്കും, ചില ആൾക്കാർക്ക് എപ്പോഴും ടെൻഷനാണ്, അവരുടെ പാർട്ട്ണർ അവർ ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടിയാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഓവർ പൊസസീവ്നെസ് ആണ്. ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ഇതെല്ലാം അറ്റാച്ച്മെന്റ് സ്റ്റൈൽ കാരണമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കുറെ സ്നേഹിക്കണം, നിങ്ങളോട് കുറെ അടുപ്പം കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അധികം സ്നേഹിക്കാത്ത, നിങ്ങൾക്ക് അധികം ഇമ്പോർട്ടൻസ് തരാത്ത ഒരാളെ ആയിരിക്കും നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ എല്ലാം കാരണം അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ആണ്. അതായത് നമ്മളെല്ലാവർക്കും ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്, നിങ്ങളുടെ പാർട്ട്ണറിനും ഉണ്ട്. നിങ്ങളുടെ പാർട്ട്ണറുടെയും അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും. 4 തരം അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഉണ്ട്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. അപ്പോ നമുക്ക് തുടങ്ങാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സെക്യൂർ അറ്റാച്ച്മെന്റ്, 2 ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ്. ആദ്യത്തെ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് സെക്യൂർ അറ്റാച്ച്മെന്റ്. ആൻഡ് മനസ്സിലാക്കുക, ഇതാണ് ഏറ്റവും ബെസ്റ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ഇങ്ങനെയുള്ള കപ്പിൾസ് മാത്രമേ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ആണ്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഇവർ വിഷമിച്ച് ടെൻഷൻ അടിച്ച് വഴക്കിട്ട് എപ്പോഴും പ്രശ്നമുണ്ടാക്കി ജീവിക്കുന്നവരായി മാറും. സോ സെക്യൂർലി അറ്റാച്ച്ഡ് ആയ ആൾക്കാർ ഒട്ടും ഓവർ പൊസസീവ് ആയിരിക്കില്ല. അവരവരുടെ പാർട്ട്ണറെ എപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം, എവിടെ പോയാലും പറയണം എന്നൊന്നുമില്ല. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും എവിടെ പോയാലും ഇവർക്ക് വലിയ പ്രശ്നമില്ല. ബാക്കി അറ്റാച്ച്മെന്റ് സ്റ്റൈൽസുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഹൈ ആയിരിക്കും. ഇങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ അവരവരുടെ പാർട്ട്ണറെ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് മാത്രമല്ല ഇവര് രണ്ടുപേരും ഓവർ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. രണ്ടുപേരും 2 ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ 2 പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അവരവരുടെ ഫ്രീഡം ഉണ്ടാവും. അതുപോലെ തന്നെ അവർ പേഴ്സണലി ഗ്രോ ചെയ്യാൻ പരസ്പരം സഹായിക്കുകയും ചെയ്യും. പക്ഷേ സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണെന്നുള്ള അർത്ഥം. ഇവർ തമ്മിൽ ഇടക്കിടക്ക് ഫൈറ്റ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ പെട്ടെന്ന് തന്നെ ഇവര് ഓക്കെ ആകും. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ, അതായത് ഓവർ പൊസസീവ്നെസ് ഇല്ല, പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണമെന്നില്ല, അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പേഴ്സണലി ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ ലൈഫ് ലോങ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തേതാണ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള, കുറച്ച് കുഴപ്പം പിടിച്ച ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ കാരണം തന്നെ കുറെ പേര് ബ്രേക്കപ്പ് ആവാറുണ്ട്. അതാണ് ആൻഷ്യസ് അറ്റാച്ച്മെന്റ്. ഈ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആൻഷ്യസ്, ആൻസൈറ്റി, കുറച്ച് ടെൻഷൻ കൂടിയ ആൾക്കാരായിരിക്കും. ഇവർക്ക് എപ്പോഴും ടെൻഷനാണ്. അതായത് ഇവരുടെ പാർട്ട്ണർ ഇവർ ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടിയാണ്. അല്ലെങ്കിൽ ഇവരെപ്പോഴും ചെറിയ ചെറിയ മാറ്റത്തിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പൊ അവൻ അല്ലെങ്കിൽ അവൾക്ക് എന്നോട് പഴയ പോലെ സ്നേഹമില്ലല്ലോ, പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ ഇങ്ങനെ, ഇപ്പൊ കുറെ മാറി, ഇങ്ങനെ കുറെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ വഴക്കുണ്ടാക്കും. ഇവർക്ക് എപ്പോഴും പേടിയാണ് ഇവരെ ചീറ്റ് ചെയ്യൂ. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും വിളിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കും. ചെറിയ കാര്യം വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഇവർ കുറെ സോറി ചോദിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവരുടെ പാർട്ട്ണർ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ഇവർ കുറെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ കുറെ റൊമാൻറ്റിസൈസ് ചെയ്യും, അല്ലെങ്കിൽ ഈ ലവ് എന്ന് പറയുന്നത് കുറെ സിനിമാറ്റിക് ആണ്, അല്ലെങ്കിൽ കുറെ ഫാന്റസി വെച്ചുള്ളതായിട്ട് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതായത് ഇവരുടെ പാർട്ട്ണർ എപ്പോഴും ഇവർക്ക് തന്നെ അറ്റൻഷൻ കൊടുക്കുന്നു, ഇവരെ തന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്രണയം ലൈഫ് ലോങ് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ആൻഷ്യസ് അറ്റാച്ച്മെന്റ് ആയ ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലും അവരെ പറ്റി തന്നെ നെഗറ്റീവ് വ്യൂസ് ആയിരിക്കും. അതായത് ഇവർ അത്രയ്ക്ക് നല്ല ആൾക്കാരല്ല, അല്ലെങ്കിൽ ഇവർ അത്രയ്ക്ക് അട്രാക്റ്റീവ് അല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. മറിച്ച് മറ്റുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്ണറെ ഭയങ്കരമായിട്ട് ഐഡിയലൈസ് ചെയ്ത്, അല്ലെങ്കിൽ അവരെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുമായിരിക്കും ഇങ്ങനെയുള്ളവർ. മൂന്നാമത്തേതാണ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ പാർട്ട്ണറെ തള്ളി നീക്കിക്കൊണ്ടിരിക്കും. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും ഫ്രീഡം വേണം. എന്റെ ഫ്രീഡത്തിൽ ആരും കൈകടത്തരുത്, എനിക്ക് എന്റെ കാര്യം ചെയ്യാനുള്ള ഫ്രീഡം വേണം, ആരും എന്നെ ഭരിക്കാൻ വരരുത്, ഞാൻ ആരെയും ഭരിക്കാൻ വരില്ല എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്റിമസി ഭയങ്കര പേടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ അവർ അകറ്റാൻ ശ്രമിക്കും. അതുപോലെ തന്നെ അവരധികം അടുപ്പം കാണിക്കാത്ത ആൾക്കാരുമായിരിക്കും. ഇവരുടെ പാർട്ട്ണർ ഇവർ ഓവറായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവറായിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത് താങ്ങാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇവർ തന്നെ അവർ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇനി ഏറ്റവും സാഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് ആയ ആൾക്കാർ, അതായത് ഇവരുടെ പാർട്ട്ണർ എപ്പോഴും ഇവരെ സ്നേഹിക്കണം, ഇവരുടെ പാർട്ട്ണർ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അട്രാക്ട് ചെയ്യാൻ പോകുന്നത് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആയ ആൾക്കാരായിരിക്കും. അതായത് അധികം സ്നേഹിക്കാത്ത, ഇവരെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതിന് കാരണം ഞാൻ പറയാം. അതിനു മുമ്പ് അടുത്ത അറ്റാച്ച്മെന്റ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ഫിയർഫുൾ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും പേടിയാണ്, തന്റെ പാർട്ട്ണർ താൻ ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടി. അത് മാത്രമല്ല ഇവർക്ക് അടുക്കണം എന്ന് ആഗ്രഹമുണ്ട്,
എന്നാൽ അടുത്തു കഴിഞ്ഞാൽ ഇവർ അകന്നു പോയാൽ എന്ത് ചെയ്യും എന്നുള്ള പേടിയാണ്. ഇവർക്ക് കുറെ നേരം ഫോണിൽ വിളിച്ച് സംസാരിക്കണമെന്നുണ്ട്, ഇവർക്ക് എപ്പോഴും അവൈലബിൾ ആകണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എപ്പോഴും അടുത്തിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർ ഇട്ടിട്ട് പോയാലോ എന്നുള്ള പേടി കാരണം ഇവർ അകന്നിരിക്കുകയും ചെയ്യും. ഇങ്ങനെ മിക്സ്ചർ ഓഫ് ഫീലിംഗ് ആയിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പാർട്ട്ണർ ഇവർ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ടെൻഷൻ കൂടും. അത് മാത്രമല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ വളരെ അബ്യൂസീവ് ആകാനുള്ള ചാൻസും കൂടുതലാണ്. ഇതാണ് 4 അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ്. ആദ്യത്തെ സെക്യൂർ അറ്റാച്ച്മെന്റ്, ബാക്കി 3 ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ്സ് ആണ്. അതായത് ഈ ബാക്കി 3 നമ്മൾ ശരിയാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് മാറ്റിയില്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഭയങ്കര അബ്യൂസീവ് ആകാം, റിലേഷൻഷിപ്പ് ഭയങ്കര ടോക്സിക് ആയി മാറാം. അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് പാർട്ട്ണറും അവരുടെ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ലാണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഫൈറ്റ്, എപ്പോഴും വിഷമം, എപ്പോഴും പ്രശ്നങ്ങളായിട്ട് മാത്രം മുമ്പോട്ട് പോവാം. കൂടുതലും അങ്ങനെ വരുന്ന റിലേഷൻഷിപ്പുകൾ ബ്രേക്കപ്പ് ആവാനാണ് ചാൻസ്. ഇനി കുറെ പേർക്കുള്ള ഒരു ഡൗട്ട് ഇതാണ്, അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് മാറും? ഉറപ്പായിട്ടും അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മാറും, നമുക്കത് മാറ്റാനും പറ്റും. അതിനു മുമ്പ് തന്നെ എങ്ങനെയാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലം മുതലാണ്. അതായത് നമ്മളും നമ്മുടെ പാരന്റ്സും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. അതായത് നിങ്ങൾക്ക് വേണ്ട സ്നേഹവും കെയറും നിങ്ങളുടെ പാരന്റ്സ് തന്നിട്ടുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ അത്ര ഡിപ്പെൻഡന്റ് ആക്കാണ്ടും അവർ നിങ്ങളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും സെക്യൂർ അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇനി നേരെ മറിച്ച് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കേണ്ട രീതിയിൽ, നിങ്ങളെ കെയർ ചെയ്യേണ്ട രീതിയിൽ അവർ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് വരാനാണ് ചാൻസ്. ഇതിന് പല റിസർച്ചുകളും എക്സ്പെരിമെന്റും നടത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ തരാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ പാരന്റ് നിങ്ങളുടെ കൂടെ നിന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് ദേഷ്യപ്പെട്ട എങ്ങോട്ടെങ്കിലും പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറി, അതാണ് നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. അതായത് നിങ്ങൾക്ക് ഒരു ആവശ്യമുള്ള സമയത്ത് അവർ നിങ്ങളുടെ കൂടെ നിന്നില്ല, അവർ മാറി നിന്നപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അവർ തിരിച്ചു വരുന്ന സമയത്തും നിങ്ങൾ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവർ ഇനിയും നിങ്ങൾ ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് ആയിരിക്കാം. നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളിൽ നിന്ന് കുറച്ചു നേരം അകന്നു നിന്നു, പക്ഷെ അവർ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ അവരെ മൈൻഡ് ചെയ്തില്ല, നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്തു. കാരണം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ കെയർ ചെയ്യില്ല, അവർ പിന്നെയും ഉപേക്ഷിച്ച് പോകും, അവർ നിങ്ങളെ സ്നേഹിക്കില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് വരാനാണ് ചാൻസ്. അതുപോലെ തന്നെ നിങ്ങളുടെ പാരന്റ്സ് ടോക്സിക് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഫിയർഫുൾ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാരന്റ്സിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ പാരന്റ്സിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ജീവിത സാഹചര്യം, നമ്മൾ വളർന്നു വന്ന സ്ഥലം, ഇതെല്ലാം അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനിയാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, ആൻഷ്യസ് ആയ ആൾക്കാര്, അവോയ്ഡന്റ് ആയ ആൾക്കാരായിരിക്കും അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കുറെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ സ്നേഹിക്കാത്ത, നിങ്ങളോട് അത്ര അറ്റാച്ച്മെന്റ് കാണിക്കാത്ത ഒരാളെ ആയിരിക്കും. സോ ഞാൻ വേഗത്തിൽ ഇതിന്റെ ഡിഫറൻസ് ആദ്യം പറഞ്ഞുതരാം. അതായത് ആൻഷ്യസ് ആയ ആൾക്കാർക്ക് എപ്പോഴും അവരുടെ പാർട്ട്ണർ അവൈലബിൾ ആയിരിക്കണം. ആൻഡ് അവർക്ക് പേടിയാണ് അവരുടെ പാർട്ട്ണർ ഇട്ടിട്ട് പോകുന്നുള്ള പേടിയാണ്. അവരുടെ പാർട്ട്ണർ എപ്പോഴും ഇവർക്ക് അവൈലബിൾ ആയില്ലെങ്കിൽ ഇവരാകെ ടെൻസ്ഡ് ആകുകയും ഇവരുടെ ആൻസൈറ്റി കൂടുകയും ചെയ്യും. നേരെ മറിച്ച് അവോയ്ഡന്റ് ആയ ആൾക്കാർക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് പേടിയാണ്. ഇവർക്ക് എപ്പോഴും ഫ്രീഡം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ കാര്യത്തിൽ എപ്പോഴും ആൾക്കാർ ഇടപെടുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആൻഷ്യസ് ആയ ആൾക്കാർക്ക് ഇതൊരു ചാലഞ്ച് ആണ്, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് കിട്ടാത്ത സ്നേഹം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡ് മുതൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ നോക്കുമ്പോൾ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, അധികം കെയർ ചെയ്യാത്ത ഒരാളെ കാണും. അപ്പോൾ ഇവർക്കൊരു ചാലഞ്ച് ആണ്, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇവർക്ക് കിട്ടാത്ത സ്നേഹം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആ സ്നേഹം കിട്ടാൻ വേണ്ടി ഇവർ ട്രൈ ചെയ്യും. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ളവരായിട്ട് അട്രാക്റ്റഡ് ആവുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻഷ്യസ് ആയ ആൾക്കാർ എപ്പോഴും ഡിപ്പെൻഡന്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവർ നോക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ, അതായത് ഇവർക്ക് ഇല്ലാത്തൊരു ഫീച്ചർ വേറൊരാൾ കാണുമ്പോൾ ഇവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. കാരണം ഇവരും ഇൻഡിപെൻഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ പോലെ ആകണം എന്ന് ആഗ്രഹിച്ചിട്ടും അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയ ഒരാളെ കാണുമ്പോൾ ഒരു അഡ്മിറേഷൻ വഴിയും ഇവരെ അട്രാക്റ്റഡ് ആകും. ഇനി നേരെ മറിച്ച് അവോയ്ഡന്റ് ആൾക്കാർ നോക്കുമ്പോൾ അവർക്കും ആഗ്രഹമുണ്ട്, ക്ലോസ് ആകണം, ഇന്റിമേറ്റ് ആകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നോക്കുമ്പോൾ ഒരു പാർട്ട്ണർ ഭയങ്കരമായിട്ട് ക്ലോസ് ആവുന്നു, ഭയങ്കരമായിട്ട് ഡിപെൻഡന്റ് ആകുന്ന ഒരാളെ കാണുമ്പോൾ ഇവരും അതുപോലെ ആകണം എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇവരും അറ്റാച്ച്ഡ് ആകാൻ ശ്രമിക്കും. അത് മാത്രമല്ല അവോയ്ഡന്റ് ആൾക്കാർക്ക് കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഇവര് എപ്പോഴും ഡിപെൻഡന്റ് ആയിരിക്കും. ഇവര് എന്തൊക്കെ വന്നാലും ഇയാൾ ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവോയ്ഡന്റ് ഒരാൾക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. കാരണം ഇവർ ഡിപെൻഡന്റ് ആയിക്കോളും, ഇവരിട്ടിട്ട് പോവുകയുമില്ല. സോ അങ്ങനെ വരുമ്പോൾ അവോയ്ഡന്റ് ആൾക്കാർ ഇവർ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും, ഇവർ പുറകെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിന്റെ ഡേഞ്ചറസ് ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അതായത് രണ്ടു പേർക്കും അവരുടെ ആവശ്യവും സാധിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആൻഷ്യസ് ആയ ഒരാൾക്ക് എപ്പോഴും അറ്റാച്ച്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവാൻ അല്ലെങ്കിൽ ഓവറായിട്ട് ഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കും. നേരെ മറിച്ച് അവോയ്ഡന്റ് ആൾക്കാർക്ക് ഫ്രീഡം വേണം. അപ്പോൾ ഇവര് ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയി കാണുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇവരെങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ ബ്രേക്കപ്പ് ആകാനുള്ള ചാൻസ്
ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതായത് വാട്ട് അട്രാക്ട്സ് യു ഫസ്റ്റ് ദാറ്റ് ബിക്കംസ് എ റീസൺ ഫോർ യുവർ ആൻസൈറ്റി. എന്ന് വെച്ചാൽ നിങ്ങൾ തുടക്കത്തിൽ എന്താണോ അട്രാക്ട് ചെയ്തത് അത് നിങ്ങളുടെ ആൻസൈറ്റിക്ക് കാരണമാകും. സംഭവം ഇത്രേ ഉള്ളൂ. അതായത് ആൻഷ്യസ് ആയ ഒരാൾക്ക് അവോയ്ഡന്റ് ആയാൽ, അതായത് അയാൾ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്, അയാൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്, അയാൾ ആരെയും കെയർ ചെയ്യാറില്ല, അയാളുടെ കാര്യങ്ങൾ നോക്കും എന്നുള്ള പേഴ്സണാലിറ്റിയുടെ ആദ്യം അട്രാക്ഷൻ വരുമെങ്കിലും പിന്നീട് അത് ടെൻഷനും ആൻസൈറ്റിക്കും കാരണമാകും. കാരണം പിന്നീട് ഇവർ നോക്കുമ്പോൾ ഇവരെയും കെയർ ചെയ്യുന്നില്ല, ഇവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ള അവസ്ഥ വരും. ആൻഡ് അവോയ്ഡൻസ് സ്റ്റൈലുള്ള ഒരാൾ അട്രാക്ട് ചെയ്യുന്നത് ആൻഷ്യസ് ആയ അറ്റാച്ച്മെന്റ് ആണ്. അതായത് ഇവരെ കുറെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇവരെ കുറെ കെയർ ചെയ്യുന്ന ഒരാളാണെങ്കിലും ലേറ്റർ ആകുമ്പോൾ ഓവറായിട്ടുള്ള സ്നേഹം, ഓവറായിട്ടുള്ള ഡിപ്പെൻഡിങ് ഇവർക്കും സഹിക്കാൻ പറ്റാണ്ടാവും. സോ ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം. ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ സംസാരിക്കാം. സോ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെൽഫ് അവയർനെസ് ആണ്. അതായത് നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണ്, നിങ്ങളുടെ പാർട്ട്ണറിന്റെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണോ, നിങ്ങളുടെ പാർട്ട്ണർ നേരെ മറിച്ചാണോ, ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. റിസർച്ചുകൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റി, നിങ്ങളുടെ പാർട്ട്ണറിന്റെ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത് തന്നെ നിങ്ങൾ ഈ പ്രോബ്ലം കുറയ്ക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ പറഞ്ഞുതരാം. അതായത് സെൽഫ് ട്രീറ്റ് ചെയ്യാണ്ടിരിക്കുക, ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലേക്ക് ഒരു റൂട്ട് കോസ് ഉണ്ടാവും. നിങ്ങളുടെ ചൈൽഡ്ഹുഡ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ്, ഇതെല്ലാമായിട്ട് ബന്ധമുണ്ട് അറ്റാച്ച്മെന്റ് സ്റ്റൈലിന്. അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും തെറ്റിപ്പോകാം. നമ്മൾ ചിലപ്പോൾ എത്ര ശ്രമിച്ചാലും അത് മാറ്റാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കണ്ടുപിടിച്ച് നിങ്ങളൊരു തെറപ്പിക്കോ കൗൺസിലിങ്ങിനോ പോവുകയാണെങ്കിൽ അത് നിങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മനസ്സിലാക്കാൻ, നിങ്ങളുടെ പാർട്ട്ണറിന്റെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം, എങ്ങനെ നിങ്ങളെ പാർട്ട്ണറെ മനസ്സിലാക്കണം എന്നൊക്കെ നിങ്ങൾ അവിടെ പഠിക്കുന്നതായിരിക്കും. സോ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സെൽഫ് ട്രീറ്റ്മെന്റിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങൾ എന്തായാലും അത് കൺസിഡർ ചെയ്യണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അധികം വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം അത് വലിയ വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഉറപ്പായിട്ടും ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മാറി മാറി വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് ആയിരിക്കും ആദ്യത്തെ റിലേഷൻഷിപ്പിൽ, അവിടെ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആയി മാറാം. ഇത് ചിലപ്പോൾ ഇങ്ങനെ മാറി മാറി വരാനും ചാൻസ് കൂടുതലാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സെക്യൂർ അറ്റാച്ച്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തേ പറ്റൂ. സോ നിങ്ങൾ ഭയങ്കര ആൻഷ്യസ് ആണെങ്കിൽ ഉറപ്പായിട്ടും സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ് ബെസ്റ്റ് സൊല്യൂഷൻ. സോ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ പരമാവധി എല്ലാ കമന്റുകളും വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.